بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ഈ വേദി നിയന്ത്രിക്കുന്ന അധ്യക്ഷ ശ്രേഷ്ഠരും നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ പി വി മുഹമ്മദ് മൗലവി ഉസ്താദ്, ഇവിടെ നമ്മുടെ ഹൃദയത്തിലേക്ക് മനോഹരമായ രീതിയിൽ നല്ലൊരു ഉപദേശം തന്ന് നമ്മെ സഹായിച്ച ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, ആദരണീയരായ ഉസ്താദുമാരെ, ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സഹോദരങ്ങളെ, പാണക്കാട് കുടുംബം ചില നാടുകളുടെ പേര് ചരിത്രത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. വെള്ളിയാഴ്ച നാം ഓതുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കഹ്ഫ്. എത്ര ചെറുപ്പക്കാരെ കുറിച്ചാണ് അതിൽ പറയുന്നത്? 7 ചെറുപ്പക്കാർ. യംലീഹ, മക്സലീന, മസ്ലീന, മർനൂഷ്, ദബർനൂഷ്, ഷാദിനൂഷ്, കഹഷ്, തത്തയൂഷ്. ഈ 7 യുവാക്കൾ, അവരുടെ നാട്, ആ നാടിൻ്റെ പേരാണ് റഖീം. റഖീം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാനുള്ള കാരണം, ആ നാട്ടിലെ ഈ 7 യുവാക്കൾ അവർ നല്ലവരായിരുന്നു, നല്ല മനുഷ്യന്മാരായിരുന്നു. അതുകൊണ്ടാണ് ആ നാട് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ശേഷമുള്ള ആമുഖ ഭാഷണത്തിലുമൊക്കെ ഉപയോഗിച്ച നാടിൻ്റെ പേര് പാണക്കാട് എന്നാണ്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവരുടെ മകൻ കോയഞ്ഞ് കോയ തങ്ങൾ, ആ കോയഞ്ഞ് കോയ തങ്ങളുടെ മകനാണ് അഹമ്മദ് പൂക്കോയ തങ്ങൾ, PMSA തങ്ങൾ. അതായത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മറാഖിദഹും, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സിദ്ദീഖ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ, ഇവരുടെയൊക്കെ ഉപ്പയാണ് അഹമ്മദ് പൂക്കോയ തങ്ങൾ. ഈ പൂക്കോയ തങ്ങൾ കേരളീയ സമാജത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം സൃഷ്ടിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. മഹാനവറുകളുടെ ജീവിതം അത് മനോഹരമാണ്. വലുതാകുമ്പോഴും വളരുമ്പോഴും ഉയരുമ്പോഴും താഴോട്ട് നോക്കുന്ന വിനയാന്വിതനായ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉയരങ്ങളിലെത്തുമ്പോൾ താഴോട്ട് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും മാറി മാതൃകാപരമായ ജീവിതം നയിച്ചു മഹാനവറുകൾ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് പൂക്കോയ തങ്ങളുടെ പിതാവ് കോയഞ്ഞ് കോയ തങ്ങൾ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ എളാപ്പയായ അലി പൂക്കോയ തങ്ങളാണ് അഹമ്മദ് പൂക്കോയ തങ്ങളെ വളർത്തുന്നത്. സഹോദരൻ മരിച്ചു, മക്കളില്ല എളാപ്പാക്ക്. കൊടപ്പനക്കൽ വീടും ഒക്കെ അഹമ്മദ് പൂക്കോയ തങ്ങൾക്ക് സഹോദരൻ്റെ മകന് നൽകി. അങ്ങനെ എളാപ്പ മകനെ അഹമ്മദ് പൂക്കോയ തങ്ങളെ വളർത്തി. ബഹുമാനപ്പെട്ടവർ വിവാഹം കഴിച്ചു. പഴമള്ളൂരിൽ നിന്നും മക്കരപ്പറമ്പിനടുത്തുള്ള പഴമള്ളൂരിൽ നിന്നും വിവാഹം കഴിച്ചു. അതിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്
മുഹമ്മദ് അലി എന്ന് പേരിട്ടു. മുഹമ്മദ് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണെങ്കിൽ അലി എന്നുള്ളത് എളാപ്പയുടെ പേരാണ്. മറ്റൊരു പുത്രൻ ജനിച്ചു, ഉമർ അലി. അവിടെയും എളാപ്പയെ മറന്നില്ല. സിദ്ദീഖ് അലി, സ്വാദിഖ് അലി, അബ്ബാസ് അലി. പേരിട്ടപ്പോൾ തന്നെ താനാക്കിയവരെ, തന്നെ താനാക്കിയ, തനിക്ക് ദിശാബോധം തന്ന എളാപ്പയെ മറന്നില്ല. അതുതന്നെയാണ് പാണക്കാട് കുടുംബം നമ്മോട് പറയുന്നത്. കടമകളും കടപ്പാടുകളും മറന്നുകൊണ്ട് ജീവിക്കുന്നവരാകരുത് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് പൂക്കോയ തങ്ങൾ. കാപ്പാട് ഐനുൽ ഹുദ യതീം ഖാനയിൽ ഒരു പരിപാടിയിൽ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ഗുരുവിൻ്റെ കൂടെ പങ്കെടുത്തപ്പോൾ ഗുരു പറഞ്ഞ ഒരു പൂക്കോയ തങ്ങളുടെ കഥയിൽ പറഞ്ഞത്, തിരൂരിനടുത്ത ഒരു പ്രദേശത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പാമ്പ് കയറുകയും എന്നെ വെടിവെച്ചു കൊല്ലൂ എന്ന് ആ യുവതി പറഞ്ഞപ്പോൾ ആ യുവതിയെ അന്നത്തെ കാലഘട്ടത്തിലുള്ളവർ അംബാസഡർ കാറിൽ പാണക്കാട്ടേക്ക് കൊണ്ടുപോകുകയും പൂക്കോയ തങ്ങളുടെ അടുത്ത് ഈ പെൺകുട്ടി വന്ന സമയത്ത് മഹാനായ പൂക്കോയ തങ്ങൾ അകത്തുപോയി 2 റക്അത്ത് നിസ്കരിക്കുകയും ഉടനെ 2 കീരികൾ പ്രത്യക്ഷപ്പെടുകയും ഒന്ന് കഴുത്തിനും ഒന്ന് പാമ്പിൻ്റെ മധ്യഭാഗത്ത് പിടിച്ച് കടിച്ച് അതിനെ കൊല്ലുകയും ചെയ്തു എന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅയിൽ നിന്നും അതുപോലെയുള്ള ഒരുപാട് മഹാന്മാരിൽ നിന്നും കേട്ടത് ഞാൻ ഓർത്തുപോവുകയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നാണ്. നവ്വറല്ലാഹു മർഖദ. ഷറഫുദ്ദീൻ ഹുദവി എൻ്റെ സഹോദരനും കൂടിയാണ്. ഞങ്ങളുടെ ഉപ്പാപ്പ കാഞ്ഞിരുണ്ടിൽ മൊയ്തീൻ മുസ്ലിയാർ ഒറവമ്പുറത്ത് ദർസ് നടത്തുന്ന സമയത്ത് അവിടെയുണ്ടായൊരു സംഭവം ഉപ്പയിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. ഒറവമ്പുറം പുഴയിലൂടെ പൂക്കോയത്തങ്ങളുടെ വാഹനം പോകുകയാണ്. അന്ന് പാലമില്ല. ഈ പുഴയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം കുറവുള്ള സ്ഥലം നോക്കിക്കൊണ്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരാൾ തങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. തങ്ങളെ കണ്ടിട്ട് പൂക്കോയത്തങ്ങൾ മുർദാബാദ്, പൂക്കോയത്തങ്ങൾ മുർദാബാദ്. തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് നീ വിളിച്ചോ എന്ന് പറഞ്ഞു. വിളി തുടങ്ങി. തങ്ങൾ പോയി നിൽക്കാതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല, രാത്രിയും വിളിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മുദ്രാവാക്യം വിളി കേട്ടപ്പോൾ നാട്ടുകാരും കുടുംബങ്ങൾക്കും കാര്യം ബോധ്യപ്പെട്ടു. അവർ പാണക്കാട്ടേക്ക് കൊണ്ടുപോയി. പാണക്കാട്ട് പൂക്കോയത്തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടും പൂക്കോയത്തങ്ങൾ മുർദാബാദ് എന്ന് ഉള്ള ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ പൂക്കോയത്തങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് മതി എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ആ മുദ്രാവാക്യം വിളി നിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ മക്കൾക്ക് നീതിയാണ് പഠിപ്പിച്ചത്. നീതി. ജാമിഅ നൂരിയ അറബിക് കോളേജിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ ജനറൽ സെക്രട്ടറി ബാഫഖി തങ്ങൾ വഫാത്തായപ്പോൾ പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത മഹാനാണ് പൂക്കോയ തങ്ങൾ. ഈ മഹാനവർകൾ അതിൻ്റെ അമരത്ത് നിൽക്കുമ്പോൾ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും നവ്വറല്ലാഹു മർഖദഹുമ അവിടുത്തെ വിദ്യാർത്ഥികളാകുമ്പോൾ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു, കുട്ടികൾക്ക് സ്പെഷ്യൽ ഭക്ഷണം നൽകാമെന്ന്. അന്ന് വെറുതിയുടെ കാലമാണ്, കഷ്ടപ്പാടിൻ്റെ കാലമാണ്. ഇങ്ങനെയുള്ള ഈ സമയത്ത് സ്പെഷ്യൽ ഭക്ഷണം നിങ്ങളുടെ മക്കൾക്ക് നൽകാമെന്ന് മറ്റു കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞപ്പോൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞു, വേണ്ട, എൻ്റെ മക്കൾക്ക് സ്പെഷ്യൽ ഭക്ഷണമോ സ്പെഷ്യൽ കട്ടിലോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീതിബോധം ആ പിതാവിലൂടെ മക്കൾ പഠിക്കുകയായിരുന്നു.
മഹാനായ പൂക്കോയത്തങ്ങൾ നമ്മുടെ 11,000 മദ്രസ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബഷീർ ഫൈലി ഉസ്താദ് ആനക്കരയുടെ പിതാവാണ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. എളാപ്പയാണ് മർഹൂം കോയക്കുട്ടി മുസ്ലിയാർ. കുഞ്ഞഹമ്മദ് മുസ്ലിയാരിൽ നിന്നും ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്, അറിയാൻ കഴിഞ്ഞത്, ബഹുമാനപ്പെട്ട സമസ്തയുടെ മദ്രസ അത് ഓത്തുപള്ളിയുടെ കാലഘട്ടത്തിലാണ് മദ്രസകൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് ബാഫഖി തങ്ങൾ പറയുമത്രേ, പൂക്കോയനങ്ങൾ കൊണ്ടേക്കോളിയും, പൂക്കോയനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചുകൊണ്ട് മദ്രസ ഉണ്ടാക്കണം എന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ നാട്ടുകാർ അംഗീകരിക്കും. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള മദ്രസകൾക്ക് കൂടുതൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ വരാനുള്ള കാരണക്കാരൻ അത് മഹാനായ പൂക്കോയത്തങ്ങളായിരുന്നു. പൂക്കോയത്തങ്ങളുടെ പ്രത്യേകത, പൂക്കോയത്തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചതുപോലെ തന്നെ പൊതുസമൂഹത്തിലുള്ള ജനങ്ങളുടെ മക്കളെയും ബഹുമാനപ്പെട്ട തങ്ങൾ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനും എൻ്റെ കുട്ടികളും മാത്രം വളരണം എന്നതിന് വിഭിന്നമായി ഈ സമൂഹം വളരണം, ഉയരണം എന്ന് ചിന്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മഹാനായ പൂക്കോയത്തങ്ങൾ. അതുകൊണ്ടാണ് പൂക്കോയത്തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പള്ളി ദർസിലേക്ക് വിട്ടു. കാനാഞ്ചേരി മസ്ജിദിലേക്ക്, തലക്കടത്തൂർ ദർസിലേക്ക് പറഞ്ഞയച്ചു. ദർസിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെലവ് പുരയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, പാവങ്ങളെ കാണാൻ, പാവങ്ങളുമായി ബന്ധപ്പെടാൻ, പാവങ്ങളെ തിരിച്ചറിയാൻ ഇതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അന്ന് ദർസ് മുഖേന അത് സാധിച്ചു. അങ്ങനെ മകന് തുടർ പഠനത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. ഈജിപ്തിലെ 2 സർവകലാശാലയിൽ നിന്ന്, അൽ ഖാഹിറ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മഹാനവറുകൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പഠിച്ച് ബിരുദം നേടി പാസ്സായി. അവിടെ തന്നെ ജോലി കിട്ടുമെന്നുള്ള ഒരു സന്ദേശം, ഒരു കത്ത് പാണക്കാട്ട് പൂക്കോയത്തങ്ങൾക്ക് വന്നപ്പോൾ ആ കത്ത് വായിച്ചത് പാണക്കാട്ട് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാളാണ്. കത്ത് വായിച്ചു, കോയമോൻ്റെ കത്തുണ്ട്, ഇവിടെ തന്നെ ജോലി ചെയ്താൽ 10,000 രൂപ ശമ്പളം കിട്ടും എന്നാണ് പറയുന്നത്. എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ പൂക്കോയത്തങ്ങൾ പറഞ്ഞു, കോയമോനെ ഞാൻ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചത് അവിടെ പഠിച്ച് പാസ്സായിട്ട് 10,000 രൂപ ശമ്പളം വാങ്ങാനല്ല, 10,000ങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് എന്ന് മഹാനായ പൂക്കോയത്തങ്ങൾ പറയുകയുണ്ടായി. മകനോട് നാട്ടിലേക്ക് വന്നിട്ട് വാപ്പാൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്യാനും സഹായിക്കാനും അതുപോലെയുള്ള അവർക്ക് ഇടപെടാനും ഒക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കുകയാണ്. അത് അവരിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം ഏതാണ്? ആദ്യ സൂറത്ത് ഏതാണ്? പരിഭ്രമചിത്തനായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞ വചനം എന്താണ്? സമ്മിലൂനി. അതെ, ഫസമ്മലൂഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പുതപ്പിട്ട് മൂടി. പക്ഷേ ഭയവിഹ്വലരായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാണപ്രേയസിയോട് പറയുന്നുണ്ട്, ലഖദ് ഖശീതു യാ ഖദീജ, ഖദീജ പേടിയാകുന്നു, ഞാൻ തീർച്ചയായിട്ടും പേടിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. കല്ല വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ, തീർച്ച അല്ലാഹ് നിങ്ങളെ പരാജയപ്പെടുത്തുകയേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നക ലതസിലുർ റഹിമ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു. വതഹ്മീലുൽ കല്ല, അങ്ങ് ഭാരം ചുമക്കുന്നു. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു. വതുഖിറുൽ വൈഫ, അതിഥിയെ അങ്ങ് സൽക്കരിക്കുന്നു.
വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യസരണിയിൽ പ്രവർത്തിക്കുന്നവരെ അങ്ങ് സഹായിക്കുന്നു, അങ്ങ് കുടുങ്ങൂല. ഈ 5 ഗുണങ്ങൾ പാണക്കാട് കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ പ്രസംഗിച്ച സ്വാമി ആത്മദാസ് അവർകളും ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ അവർകളുമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് പാണക്കാട് കുടുംബം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വഴിയും ആ സ്വഭാവവും ആ രൂപവും ഒക്കെ കാണുന്ന ഒരു മുഖങ്ങളാണ് പാണക്കാട് കുടുംബത്തിൻ്റെ മുഖങ്ങൾ. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെയും പള്ളി ദർസിൽ പഠിപ്പിച്ചു, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയും പഠിപ്പിച്ചു, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് ദർസിൽ നിന്ന് ഓതിപ്പടിച്ചു, അബ്ബാസ് അലി തങ്ങളും ഓതിപ്പടിച്ചു. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകി, മതബോധം നൽകി. വാപ്പ വഫാത്തായപ്പോൾ പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കാൻ ആ 40-കാരനോട് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, UA ബീരാൻ സാഹിബ് പറഞ്ഞു, ഇല്ല കേട്ടില്ല. മമ്മുക്കൈ സാഹിബ് പറഞ്ഞു, ഇല്ല. BV അബ്ദുള്ള കോയ സാഹിബ് പറഞ്ഞു, ഇല്ല കേട്ടില്ല. വാതിലടച്ചു. ഉപ്പയിരുന്ന കസാരയിൽ ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് തൻ്റെ ഫിയറ്റ് കാറിൽ ചാപ്പനങ്ങാടിയിലേക്ക് പോവുകയും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരോട് വിവരം പറയും, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പാണക്കാട്ടേക്ക് കൊണ്ടുവരികയും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോയമോൻ എന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പറഞ്ഞു, ഉപ്പയുടെ കസാരയിൽ ഇരിക്കണം എന്ന് പറയുകയും ആ കസാരയിൽ ഇരുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല, ഈ രാജ്യത്തെ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ എല്ലാവരുടെയും വിജയത്തിനുള്ള കാരണക്കാർ ആ കുടുംബമായി മാറി. കേരളത്തിൽ മാറി മാറി ഭരണകൂടങ്ങൾ വന്നപ്പോൾ വേദഭാഷയായ സംസ്കൃതത്തിന് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ശ്രീ കരുണാകരനോട് പറഞ്ഞതും ജനാബ് ET മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ കാലടി സർവകലാശാല ഉണ്ടാകുകയും അന്നത്തെ കാലിക്കറ്റ് ചാൻസലറായിരുന്ന ഒരാൾ RSSന്റെ കൂടാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി പിന്തിരിപ്പിച്ചപ്പോഴും കുലുങ്ങാത്ത നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. വഫാത്താകുന്നതിൻ്റെ മുമ്പ് പങ്കെടുത്ത ജാമിയ നൂരിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി MA ഫാത്തിമിയെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ പറഞ്ഞത്, രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ? കേരളീയ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ അതിൽ സൂചിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ അലിഗഡിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് വേണം എന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജാമിയ നൂരിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ട് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ഒരു അലിഗഡ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനായിരുന്നു, അന്ന് വിദ്യാഭ്യാസ മന്ത്രി MA ബേബി സാറായിരുന്നു. ഇവരൊന്നും അറിയാത്ത നിലക്ക് തന്നെ, ആലോചിക്കാത്ത നിലക്ക് തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാക്ക് അത് മുഖ്യ വാക്കാക്കിയിട്ട് ബഹുമാനപ്പെട്ട MA ഫാത്തിമി നമുക്ക് തന്നു, മലപ്പുറത്തിന് തന്നു, പെരിന്തൽമണ്ണക്ക് തന്നു. ഒരു അലിഗഡ് വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസത്തിലൂടെ വളരണം, ആത്മീയതയിലൂടെ വളരണം, സൗഹൃദവും സഹിഷ്ണുതയും മൈത്രിയും ഇവിടെ നിലനിൽക്കണം. ആ കുടുംബത്തെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ ബഹുമാനിച്ചു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും പഠിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ജാമിയക്ക് വേണ്ടി വീട് വീടാന്തരം കലക്ഷൻ നടത്തുകയാണ്. നെല്ലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടുകാരൻ പറഞ്ഞു, 2 ചാക്ക് നെല്ല് നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഇത് സകാത്തിന്റെ നെല്ലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട്, ആ മുതലാളിയോട് ബഹുമാനപ്പെട്ട ശൈഖുനാ കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇങ്ങനെയാണ്,
പൂക്കോയത്തങ്ങളുടെ 2 മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് സക്കാത്തിൻ്റെ നെല്ല് ഹറാമാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന സംഭവം. ആറ്റപ്പൂ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ ക്രിസ്ത്യാനികളുടെ ഇടയിലൂടെ ഒരു പ്രചരണം നടത്തി. മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം നൽകുന്നത് സർക്കാർ നേരിട്ടാണ് എന്ന് പ്രചരണം നടന്നു. അന്ന് ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയും അനുയായികളും അതിന് മറുപടി നൽകിയില്ല. മറുപടി നൽകിയത് രണ്ടാമത്തെ ടൈമിൽ മുഖ്യമന്ത്രിയായ ശേഷം, അധികാരം കയ്യിൽ കിട്ടിയ ശേഷമാണ് പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അത് അവർക്ക് മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം നൽകുന്നത് മദ്രസ കമ്മിറ്റിക്കാരാണ് എന്ന് പറഞ്ഞത്. അത് ജനങ്ങളിലേക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മാസങ്ങൾ വേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മരണം സംഭവിച്ചത്. ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത്? എറണാകുളം പോണ്ട, അങ്ങോട്ട് പോണ്ട. എറണാകുളത്ത് ആര്യൂസാലല്ല, ലേക്ക് ഷോറല്ല. യെസ്, ആരാ പറഞ്ഞത്? എഴുന്നേറ്റ് വാ. എന്താ പേര്? അജ്മൽ എന്നാണ് പേര്. എവിടെ വീട്? പൊന്നാനി. അതെ, ഹൈദർ അലി തങ്ങളെ പറയുമ്പോൾ ഒരു കറാമത്ത് ഇങ്ങനെ ഒഴുകി വരും. അത് തന്നെയാണ്, പൊന്നാനിയിലാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പഠിച്ചത്. പൊന്നാനിയിൽ. അത് പറഞ്ഞിട്ട് വേണം. അങ്ങനെ തന്നെയാണ് ഈ പറയുന്നത്. ഒരു പൊന്നാനിയിലെ ഒരു മുതഅല്ലിമ് ഇവിടെ വരുന്നത് എന്ന് പറയുന്നത്, ഞാൻ പൊന്നാനിയെക്കുറിച്ച് പറയണം, എന്നിട്ട് മതി ഹൈദർ അലി തങ്ങളുടെ വഫാത്ത്. ഇതിനാണ് പാണക്കാട് കുടുംബം. പൊന്നാനിയിലേക്ക് എങ്ങനെ പോയിരുന്നതെന്ന് അറിയോ? പൊന്നാനിയിലേക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പോയിരുന്നത് കീഴ്ശ്ശേരിയിലെ വീരാൻകുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, വീരാൻകുട്ടി മുസ്ലിയാർ. അദ്ദേഹം പാണക്കാട് വരും. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കൂട്ടി കക്കാട്ടേക്ക് പോകും. കക്കാട്ടിൽ നിന്ന് തിരൂർക്ക് പോകും. തിരൂരിൽ നിന്നും പുറത്തൂർക്ക് പോകും. പുറത്തൂരിൽ നിന്ന് പുഴ കടക്കും. പുഴ കടക്കുമ്പോൾ ഞങ്ങളൊക്കെ മടക്കിക്കുത്തുമ്പോൾ ആറ്റപ്പൂ മടക്കിക്കുത്താറില്ല. അതാ, പുഴയിലൂടെ നടക്കുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പൊന്തിച്ചു. അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ആറ്റപ്പൂവിൻ്റെ ദേഹം ഞങ്ങൾ കണ്ടിട്ടില്ല. ആറ്റപ്പൂ കുളിമുറിയിലേക്ക് പോകുമ്പോൾ വസ്ത്രം ധരിച്ചാണ് പോകുന്നത്. മാറ്റാനുള്ള വസ്ത്രവും അവിടെ വെക്കും. കുളി കഴിഞ്ഞിട്ട് മാറ്റാനുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് വരിക. ഞങ്ങളൊക്കെ പന്ത് കളിക്കാറുണ്ട്. അപ്പോഴും ആറ്റപ്പൂ മടക്കിക്കുത്താറില്ല, തുണിയെടുത്താണ് അതെ കളിച്ചിരുന്നത്. ആറ്റപ്പൂ പൊന്നാനിയിൽ പഠിച്ചു. നിർത്താനായി പറയണം. ആറ്റപ്പൂ നമ്മളെപ്പോഴും അങ്ങനെയാണ്. പ്രസംഗം തന്നെ വളരെ ചുരുക്കണം. 15 മിനിറ്റ് തന്നെ അതന്നെ ഓവറുണ്ട്. ഇതിപ്പോൾ നിങ്ങളിവിടെ നമ്മളൊരു സ്ഥാപനത്തിൽ പഠിക്കല്ലോ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നൽകണം. ഇത് 9:30 നിർത്താം ഇൻഷാ അല്ലാ. നിങ്ങൾക്കൊരു ആശ്വാസമാണല്ലോ. അങ്ങനെ അത് ആശ്വാസമാണ്. പിന്നെ അത് പറയാനുള്ള കാരണം, ഒരാൾ ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രഭാഷണം നടത്തുമ്പോൾ തോക്കുമായിട്ട് ഒരാൾ വന്നു. തോക്കുമായിട്ട് വന്നപ്പോൾ പ്രഭാഷണം നടത്തുന്നവൻ പേടിച്ചു. എനിക്ക് നേരെ തോക്ക് ചൂണ്ടാനാണോ വരുന്നത് എന്ന് പേടിച്ചപ്പോൾ തോക്ക് ധാരി പറഞ്ഞു, നിങ്ങളെയല്ല ഞാൻ നോക്കുന്നത്, നിങ്ങളെ കൊണ്ടുവന്നവനെയാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളെ വിളിച്ചത് ആരാ? എന്നെ വിളിച്ചത് സാലിഹ് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനാണ്. സാലിഹ് ഇവിടെ സാലിഹാന്ന് വിളിച്ചത്. അതെ, സാലിഹാണ് എന്നെ വിളിച്ചത്. നിങ്ങളെല്ലാം നോക്കുന്നത്. അത് പ്രസംഗത്തിൻ്റെ ആ രസം കൊണ്ട്, ലെവല് കൊണ്ടാണത്. അപ്പോൾ നിർത്താം, 9:30 നിർത്താം. കാരണം എനിക്കും വീട്ടിലേക്ക് പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ ബഹുമാനപ്പെട്ട പൊന്നാനി എന്ന് പറയുന്ന, നീ പൊന്നാണ് എന്നുള്ള ആ പ്രദേശം മഖ്ദൂമീങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, മഖ്ദൂമീങ്ങൾ എന്താണ് ചെയ്തത്? മഖ്ദൂമീങ്ങൾ ചെയ്തത്
ആത്മീയത ലഭിക്കാൻ സാധാരണക്കാർക്ക് മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കി. അപാര പാണ്ഡിത്യമുള്ള ആളുകൾക്ക് അതുക്കിയ ഉണ്ടാക്കി. ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ ഒരുപാട് അർത്ഥമുള്ള കവിതകൾ ഉണ്ടാക്കി ആത്മീയ ഉത്തേജനം നൽകിയപ്പോൾ ഫത്ഹുൽ മുഈൻ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥമുണ്ടാക്കി മതപരമായ കാര്യങ്ങളിൽ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ മഖ്ദൂമുമാർ ഒരുക്കിയത് ആ ആറ്റപ്പൂ കണ്ടു, മനസ്സിലാക്കി, പഠിച്ചു. ആ ആറ്റപ്പൂ അതെ നോക്കി. എങ്ങോട്ടാണ് നോക്കിയത്? പൊന്നാനിയിൽ നിന്നും നോക്കിയത് ആസാമിലേക്കാണ് നോക്കിയത്. ഇന്ന് ദാറുൽ ഹുദയിൽ SMFന്റെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് ളുഹർ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ 2 മക്കളുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചു. എനിക്ക് ഹിന്ദി അറിയില്ല. അവർ അസ്സലാമു അലൈക്കും എവിടെയാണ് എന്ന് ചോദിച്ചു. അവർ ആസാമിലാണ്. ആറ്റപ്പൂ പൊന്നാനിയിൽ നിന്നും നോക്കി. എങ്ങോട്ട് നോക്കി? ആസാമിലേക്ക് നോക്കി, കൽക്കട്ടയിലേക്ക് നോക്കി, ബംഗാളിലേക്ക്, ബംഗാളിൽ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക്, പ്രാന്തപ്രദേശങ്ങളിലേക്ക് നോക്കി, ആന്ധ്രയിലേക്ക് നോക്കി. എൻ്റെ അന്ത്രോൻ ഇപ്പോൾ ആന്ധ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും നോക്കി. അവിടെ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ചപ്പോഴും എനിക്ക് എൻ്റെ സമുദായം ബദരീങ്ങളുടെ സ്മരണ ഉയർത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ് ഫിൽ അർളി അബദാ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതേ 313 സഹാബ കിറാം റളിയല്ലാഹു അൻഹും, അതേ 1000 വരുന്ന സൈനിക സന്നാഹമുള്ള മുശ്രിക്കീങ്ങളും ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിൽപ്പെട്ട ഈ ന്യൂനപക്ഷത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദ് ഫിൽ അർളി അബദ, ഭൂമിയിൽ ആരാധന ഉണ്ടാവുകയേ ഇല്ല. ഭൂമിയിൽ ആരാധനയുണ്ടാകണം, ദാറുൽ ഹുദയുണ്ടാകണം, മദ്രസകൾ ഉണ്ടാകണം. അത് ഉണ്ടാകാനുള്ള കാരണക്കാർ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളുടെ നാമങ്ങൾ നാം ഉരുവിടണം. അതേ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് മജ്ലിസുൻ നൂർ നൽകി. രാജ്യത്ത് സൗഹൃദവും സഹിഷ്ണുതയും നിലനിൽക്കണം എന്ന് സന്ദേശം നൽകി തങ്ങളുടെ വഫാത്തിലൂടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വെച്ചാണ് മഹാനവർകൾ വഫാത്താകുന്നത്. മഹാനവർകളുടെ വഫാത്തിന് ശേഷം അവിടെയുള്ള ക്രിസ്തുമത മേധാവികൾ പറഞ്ഞു, ഞങ്ങളുടെ സങ്കടം തീർന്നു. മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് ഒരു വിദ്വേഷമുണ്ടായിരുന്നു, ഒരു വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആത്മീയ നായകർ അവസാനമായി വന്നത്, ചികിത്സ തേടി വന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്കാണ്. ഹിന്ദു ക്രിസ്ത്യൻ മൈത്രിയുടെ പാലം ഉണ്ടാക്കിയിട്ടാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നത് ക്രിസ്തുമത മേധാവികളാണ്. സൗഹൃദവും സഹിഷ്ണുതയും പൂത്ത് ഉല്ലസിക്കണം എന്ന് മഹാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ 2 കാര്യമാണ് തങ്ങൾ ആദ്യമായി ആവശ്യപ്പെട്ടത്. 1 മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജും, 2 തിരൂര് തുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ ഒരു മലയാളം സർവകലാശാലയും. ഇവിടെ വരുന്നത് മുസ്ലിങ്ങളല്ല, ഇവിടെ വരുന്ന നാനാജാതി ആളുകളാണ്. വിശ്വാസികളും വിശ്വാസിനികളുമായ അവിശ്വാസികളുമായ ആളുകളൊക്കെ വരുന്നതും പോകുന്നതുമായ 2 സ്ഥലങ്ങളാണ് സർവകലാശാലകളും മെഡിക്കൽ കോളേജുകളും. ആരാണിത് നൽകിയത്? ആ കുടുംബത്തെ നാം സ്നേഹിക്കേണ്ടേ? ആ കുടുംബത്തെ നാം ബഹുമാനിക്കേണ്ടേ? ആ കുടുംബത്തെ നാം ആദരിക്കേണ്ടേ? അവരാണ് ദാറുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനം. അതിന് തറക്കല്ലിടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും കണ്ണിയത്ത് ഉസ്താദുമാണ്. അവിടെ ആ കാര്യങ്ങൾ നിർവഹിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ തറക്കല്ലിടൽ സാന്നിധ്യം അത് അന്നത്തെ തലയെടുപ്പുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ
പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ സാന്നിധ്യത്തിൽ അതേ ചെമ്മാട് ദാറുൽ ഹുദ എന്ന നിൽക്കുന്ന പാടത്തുണ്ടാക്കിയ ആ മഹത്തായ സ്ഥാപനം, ആ ശില്പികളെ നാം ഓർമ്മിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാണക്കാട് കുടുംബത്തിൻ്റെ മദ്ഹ് പറയാൻ എനിക്ക് രാവും പകലും തികയുകയില്ല. മാനന്തവാടിയിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണം നടക്കുകയാണ്. അതിനുവേണ്ടി മുനവ്വർ അലി ശിഹാബ് തങ്ങളോട് അവിടുത്തെ ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, പാൻ്റെ ജീവചരിത്രം പറയാൻ ആനമങ്ങാടാണ്, നിങ്ങൾ ആനമങ്ങാടിനെ വിളിച്ചോളിം എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഒരു വണ്ടൂർ ഒരു പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനുണ്ട്, നിങ്ങളെ പരിപാടി എപ്പോഴാണെന്ന് വെച്ചാൽ 4 മണിയാണ്. ഏതായാലും മുനവ്വർ മോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോയി പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിരുന്നുവെങ്കിലും ഒരു 8 മണിക്കായപ്പോഴേക്കും ഞാൻ വണ്ടൂരിലെത്തി, അതിലും പങ്കെടുക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ആ കുടുംബം ഇന്ന് നമുക്ക് വോൾട്ടേജ് നൽകുന്നതാണ്. അത് എല്ലാവരോടും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജ് നിർവഹിച്ച് നാട്ടിലേക്കല്ല മടങ്ങുന്നത്, നിലമ്പൂരിലേക്കാണ്. അതെ, തങ്ങളുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ആത്മബന്ധം അത് എപ്പോഴുമുണ്ട്. TM ജേക്കബ് മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബ് പിറവത്ത് മത്സരിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിലാണ് പിറവം തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലും ഒരു മുന്നണി ബന്ധം അത് സുദൃഢമാകണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് നിന്ന് പോവുകയാണ് പിറവത്തേക്ക്, തിരുവനന്തപുരത്തെ പിറവത്തേക്ക്. UC രാമൻ നിൽക്കുന്ന മണ്ഡലം, കുന്നമംഗലം മണ്ഡലം അത് സംവരണമായിരുന്നു. സംവരണം എടുത്തു മാറ്റിയപ്പോഴും മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, അവിടെ PTA റഹീമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ UC രാമൻ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളോടൊപ്പം ഒട്ടി നിൽക്കുന്നവർക്ക് സ്ഥാനം നൽകിയ മഹാനാണ്. 2 PSC മെമ്പർ സ്ഥാനം കിട്ടിയപ്പോൾ, ഒന്ന് കൊളത്തൂർ മൗലവിക്ക് നൽകിയപ്പോൾ ഒന്ന് KP രാമന് നൽകാനുമുള്ള സഹിഷ്ണുതയും കാണിച്ച നേതാവാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെ ഖാദിമ്, ഹൈന്ദവ സഹോദരനാണ്. ഇങ്ങനെ ആ കുടുംബം സൗഹൃദവും സഹിഷ്ണുതയും മൈത്രിയുമായി നമ്മോട് പറയുമ്പോൾ ആ കുടുംബത്തെ നെഞ്ഞിലേറ്റിക്കൊണ്ട് അഖിലു ബൈത്തി കസഫീനത്തി നൂഹ്, എൻ്റെ അഖിലു ബൈത്ത് എൻ്റെ നൂഹ് നബിയുടെ കപ്പലാണ് എന്ന് പറയുന്ന ആ രീതിയിൽ നാം നിലകൊള്ളുക. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്ന 2 കാര്യം ക്ലോക്കും കപ്പലുമായിരുന്നു. അവിടെ ചെന്നാൽ ക്ലോക്ക് കാണാം, അവിടെ ചെന്നാൽ കപ്പൽ കാണാം. അതുകൊണ്ട് സമയത്തെ ബഹുമാനിക്കുക. ഒരു കപ്പലിൽ കടലിലൂടെ ഓടുന്ന വാഹനമാണ് കപ്പൽ. ആ കപ്പൽ നല്ല വണ്ടിയിൽ കയറാനേ നമ്മളൊക്കെ ആഗ്രഹിക്കുള്ളൂ. നല്ല വണ്ടി, നല്ല ഡ്രൈവറും. അത് നല്ല കപ്പലാണ്, നല്ല ഡ്രൈവറാണ്. പാണക്കാട് കുടുംബത്തിലുള്ള അംഗങ്ങൾ നല്ല നായകന്മാരാണ്, നല്ല കപ്പിത്താന്മാരാണ്. സമൂഹത്തിൽ എന്തൊക്കെ അടിയൊഴുക്കുകളുണ്ടെങ്കിൽ, പാറക്കൂട്ടങ്ങളുണ്ടെങ്കിൽ, ഹിമക്കട്ടകളുണ്ടെങ്കിൽ, ശക്തമായി വരുന്ന തിരമാലകളുണ്ടെങ്കിൽ, ആ തിരമാലകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ നയിക്കുന്ന കുടുംബമാണ് പാണക്കാട്ട് കുടുംബം. ആ കുടുംബത്തോടൊപ്പം പാറ പോലെ പർവ്വതം പോലെ മനോഹരമായ നിലയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിട്ട് നാം മാറണം. ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുകയാണ്. ആ സമ്മാനം അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നെ ഏൽപ്പിച്ചതാണ്, പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ്. അവസാനമായി ഇവിടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ മഹാനവറുകളുണ്ട്. ഞാനും ഒരു അസുഖബാധിതനായിരുന്നു. 18 കീമോതെറാപ്പിക്ക് വിധേയനായവനാണ് ഞാൻ. ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ്. എൻ്റെ ഡോക്ടർമാരെയൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. ഡോക്ടേഴ്സ് ദിനമാണിന്ന്. എൻ്റെ കുട്ടികളും 2 കുട്ടികളും ഡോക്ടർമാരാണ്. മുഹമ്മദ് മിദിലാജ് മജ്ലിസിലായിരുന്നു പഠിച്ചിരുന്നത്. നിങ്ങളെപ്പോലെ ഒരു ഹുദവിയാക്കണം എന്ന് ഞാൻ കരുതിയിരുന്നു. അങ്ങനെ കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകനെ ഞാൻ ദാറുൽ ഹുദയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ
അവിടെ അവസരം കിട്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ സാധാരണ സ്കൂളിലേക്ക് തന്നെ അത് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞ് മജ്ലിസിലേക്ക് ഞാൻ അവനെ വിട്ടു. അത് കഴിഞ്ഞ് അവന് പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഡോക്ടറാകണം എന്നുള്ളൊരാഗ്രഹം ജനിച്ചു. അവനെ ഞാൻ ചൈനയിലേക്ക് പറഞ്ഞയച്ചു. മകൾക്കും താല്പര്യം ഡോക്ടറാകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ചൈനയിലെ ഫുജിയാൻ മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് എൻ്റെ മകൾ അവിടെ നിന്ന് ഡോക്ടർ ബിരുദം വാങ്ങുന്ന സമയത്ത് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് പോകാൻ കഴിഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ നടന്ന മനോഹരമായ പരിപാടി മനോഹരമായിരുന്നു, ക്ഷേമമായിരുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അവരൊക്കെ സമയത്തെ ബഹുമാനിക്കുന്നവരാണ് എന്നുള്ളതാണ്. അവർ ഓടുകയാണ്, അവരാരും ചൈനക്കാർ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഒത്തുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ പഠിക്കാനുണ്ട്, തിരസ്കരിക്കാനുമുണ്ട്. അത് പിന്നീട് അതിൻ്റെ വിഷയം അല്ല ഇവിടെ. അപ്പോൾ ഇൻഷാ അല്ലാ, അപ്പോൾ പിന്നെ ബഹുമാന ആ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ എച്ച് രമേശ്. 3 തവണ എന്നെ സർജറി ചെയ്ത ആളാണ്. ചെയ്തു. എൻ്റെ കുപ്പായം ഞാൻ പൊന്തിക്കുകയാണെങ്കിൽ താമരശ്ശേരി ചുരം പോലെയാണ്, വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെയാണ്. 21 ദിവസമാണ് എൻ്റെ സഹോദരൻ ഷറഫുദ്ദീൻ ഉദവി ഉറക്കമൊഴിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒത്താശ ചെയ്ത്. അന്ന് ദാറുൽ ഹുദയിലെ അധ്യാപകരായിരുന്നു. ലീവ് എടുത്ത് എന്നെ നോക്കിയത് എൻ്റെ സഹോദരനാണ്. പടച്ചറബ് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചികിത്സക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ അറിയില്ല, എൻ്റെ ചികിത്സ കഴിഞ്ഞിട്ട് അപ്പോൾ തങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു പിന്നെ തങ്ങളുടെ അവിടെ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തന്നിരുന്നു. ആ സമ്മാനം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അനുമതിയും ഞാൻ തന്നിട്ടുണ്ട്. അത് ഏതാണ്? അത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ചൊല്ലിയ പ്രാർത്ഥന. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 33 തവണ എന്നോട് ചൊല്ലാൻ പറഞ്ഞു. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും തന്നു. അപ്പോൾ നമുക്ക് ഒരു 33 വട്ടം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك
سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. ഒരു ഇൻഷാ അല്ലാഹ് പറയും, പതിവാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല ഉയർച്ചയും വളർച്ചയും ഉണ്ടാവും. കാരണം ദഅവത്തു ദിന്നൂനി ഇത് ദഅ ഫീ ബത്നിൽ ഹൂത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫഇന്നഹു ലം യദ്ഉ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബല്ലാഹു ലഹു. അതാ ഹദീസ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സംഭവമാണ് അത്. 33 ചൊല്ലിയ നമുക്ക് ദാഴികളായിട്ട് പല ഭാഗത്തേക്കും പോകേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു മരുന്നാണ്. നമ്മെ നാമാക്കിയ മുൻഗാമികൾ ബർഹൂം സി എച്ച് ഐദറോസ് ഉസ്താദ്, യുബ പുട്ടി ഹാജി, ബഹുമാനപ്പെട്ട ഷേഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, എം എം ബഷീർ ഉസ്താദ്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, ബഹുമാനപ്പെട്ട ഷേഖുന കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷേഖുന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഉസ്താദിൻ്റെ, ബഷീർ ഉസ്താദിൻ്റെ പിതാവ്, ബഹുമാനപ്പെട്ട കഴിഞ്ഞു പോയ മഹാരഥന്മാര വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ, സദഖത്തുള്ള ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, കെ കെ അസറത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട അസരി തങ്ങൾ, ഷെയ്ഖുന കോയക്കുട്ടി, കളമ്പാടി ഉസ്താദ്, ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ്, ഷെയ്ഖുന കുമരമ്പത്തൂർ എ പി ഉസ്താദ്, ഷംസുൽ ഉലമ തങ്ങൾ, കൊട്ടുമല ഉസ്താദ്, എൻ അബ്ദുള്ള ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ ടി മാനു മുസ്ലിയാർ, നാട്ടികവി മുസ്ലിയാർ, കെ കെ അബ്ദുള്ള ഉസ്താദ്, കെ കെ അസറത്ത് ഉസ്താദ്, ഇങ്ങനെ നമ്മെ വിട്ടുപിരിഞ്ഞ കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റുമാർ, സാരഥികൾ, മുൻഗാമികൾ, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഈ നിമിഷം വരെ മരണപ്പെട്ടു പോയവർ, ഫലസ്തീനിൽ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും പരലോകമോക്ഷത്തിനൊരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. يا الله يا الله يا الله. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന എന്ന് വിശേഷിപ്പിച്ച ഇൽമ പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും എത്തിച്ചേർന്ന പൊന്നുമക്കളുടെ സാന്നിധ്യത്തിൽ നിന്നിലേക്ക് കൈ ഉയർത്തുന്നു. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. 1983 ഈ മഹത്തായ ദാറുൽ ഹുദ എന്ന സ്ഥാപനം, അതിന് അസ്ഥിവാരമിട്ടവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, മഹാനായ കുഞ്ഞാപ്പു ഹാജി, യൂബാപ്പുട്ടി ഹാജി, ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന സൈനുൽ ഉലമ തങ്ങൾ, ബഹുമാനപ്പെട്ട എം എം ബഷീർ ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെ സഹോദരന്മാർ, പടച്ചവനെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഞങ്ങളെ നയിച്ച, ഉമ്മത്തിനെ നയിച്ച, ബഹുമാനപ്പെട്ട സമസ്തയെ നയിച്ചവർ, അവരെ സഹായിച്ചവർ, പടച്ചവനെ അവർക്കൊക്കെ ദറജകൾ നീ ഉയർത്തേണമേ. ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ മിസ്ല സവാബിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങളിലേക്ക് എത്തിക്കണമേ. അവരുടെ ദറജകൾ ഉയർത്തേണമേ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ രണ്ട് വീട്ടിലും വിജയിപ്പിക്കണമേ. ഇന്ന് ഞങ്ങൾ നയിക്കുന്ന മഹാന്മാരായ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ എന്ന മഹത്തായ സ്ഥാപനങ്ങളിലെ ഉസ്താദുമാർ, പടച്ചവനെ അതിൻ്റെ സഹസ്ഥാപനങ്ങളിലെ ഉസ്താദുമാർ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഒരുപാട് പ്രബോധകന്മാർ, ഹുദവികൾ, അവർ അവരുടെ ദഅവത്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് 6 അടി മണ്ണിലേക്ക് പോയിരിക്കുന്നു, നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നു.
നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. രണ്ട് വീട്ടിലും ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر ذنوبنا وذنوب والدينا ربنا ارحمهم كما ربونا صغارا توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين. دعاء وصيتوടെ السلام عليكم ورحمة الله وبركاته.